ശ്രീ പ്രിൻറ്റു, പമ്പയിലെ ജർമ്മൻ നിർമ്മിത പന്തൽ, ജർമ്മൻ മാതൃകയിലുള്ള പന്തൽ, അതിന് കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത്. മാത്രമല്ല, നോക്കൂ, ഈ 5000 പേർക്ക് സദ്യ ഒരുക്കിയിട്ടുണ്ട് എന്ന് 4 നേരങ്ങളിലായിട്ട് സദ്യ ഒരുക്കിയിട്ടുണ്ട് എന്ന് പഴയിട നമ്പൂതിരി തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷെ നമുക്കറിയാം, ആ സമ്മേളനത്തിൽ, ആ സംഗമത്തിൽ പങ്കെടുത്തവർ 1000-ൽ താഴെയാണ്. കണക്ക് തന്നെ വന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡിനൊരു കണക്ക്, ദേവസ്വം മന്ത്രിക്ക് മറ്റൊരു കണക്ക്. പക്ഷേ ഈ തലയെണ്ണിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം 1000-ൽ താഴെ ആളുകളെ വന്നിട്ടുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭക്ഷണം അത് പാഴായിപ്പോയത്. അങ്ങനെ പാഴായിപ്പോയ 250 കോടിയോളം രൂപയുടെ ഭക്ഷണമാണ് അവിടെ മാലിന്യ പ്ലാന്റിൽ തള്ളിയത്. മാത്രമല്ല, ഈ പ്രതിനിധികൾക്കായിട്ട് തയ്യാറാക്കിയ, അവർക്ക് കഴുത്തിലണിയാൻ തയ്യാറാക്കിയ ആ ടാഗ് അത് അവിടുത്തെ ഇൻസിനറേറ്ററിൽ കത്തിച്ച് കളയുകയും ചെയ്തു. ഇതാരുടെ പണമാണ് കത്തിച്ച് കളഞ്ഞത്, അല്ലെങ്കിൽ മാലിന്യ പ്ലാന്റിൽ കുഴിച്ചു മൂടിയത് എന്നൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ദേവസ്വം ബോർഡും അതുപോലെ സംസ്ഥാന സർക്കാരും ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പൊതുഖജനാവിൽ നിന്നോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്നോ ഒരു നയാ പൈസ പോലും ചിലവഴിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഇപ്പോൾ ആരുടെ, ഏത് സ്പോൺസറുടെ കയ്യിലുള്ള പൈസയാണ് ഇങ്ങനെ ദുർവ്യയം ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ച് മാറ്റി ഇത്തരത്തിലുള്ള ദുഷ്ചെയ്തികൾക്ക് ഇടവരുത്തിയിരിക്കുന്നത് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അത് തുറന്നു പറയേണ്ട ബാധ്യതയുണ്ട്. ഹൈക്കോടതിയിൽ ഒരുപക്ഷെ ഈ കേസ് വീണ്ടും പരിഗണനയ്ക്ക് എടുക്കുന്ന സമയത്ത് സർക്കാരിനും ദേവസ്വം ബോർഡിനും ഇതൊക്കെ ബോധിപ്പിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എങ്കിലും ഇങ്ങനെ പരസ്യമായിട്ട് ഭക്ഷണം കുഴിച്ചു മൂടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുമ്പോൾ, അതും അന്നദാന പ്രഭുവായ അയ്യൻ്റെ പേര് പറഞ്ഞുള്ള ഒരു സംഗമത്തിൽ ഇത് ചെയ്യുമ്പോൾ, ഇത് കയ്യും കെട്ടി നോക്കിയിരിക്കാനാവും. ആരും ചർച്ച ചെയ്യുന്നില്ല ഈ വിഷയം, ഒരാളും ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല. ശ്രീ RV ബാബു പറഞ്ഞ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതെല്ലാം എണ്ണി അതിന് മറുപടി പറയണം. അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ യഥാർത്ഥ വിശ്വാസികൾ തന്നെ ഞങ്ങൾ ജനസഭ സംഘടിപ്പിച്ച സമയത്ത് അവരതിൽ അവതരിപ്പിച്ചതാണ്, ഉന്നയിച്ചതാണ്. അതിനൊക്കെ മറുപടി പറയാതെ പിന്നെയും ദൂർത്ത് തുടരുകയാണ്. ഇതിങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റുമോ പ്രിൻറ്റു? തീർച്ചയായും ഈ ദൂർത്ത് കൈമുതലാക്കിയ സർക്കാരാണ് പിണറായി വിജയൻ്റെ സർക്കാർ. അത് അവരുടെ 10 വർഷത്തെ പ്രവർത്തനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നടത്തിയിട്ടുള്ള ദൂർത്ത് അയ്യപ്പൻ്റെ പേരിലാണ്. സത്യത്തിൽ അവിടെ നടന്നത് അയ്യപ്പ ഭക്തി സംഗമം പറയാൻ സാധിക്കില്ല. 2 സംഗമമാണ്. ഒന്ന് പിണറായി ഭക്ത സംഗമവും മറ്റൊന്ന് അയ്യപ്പ ഭക്ത സംഗമവും. അതിൽ പിണറായി ഭക്തസംഗമം പൊളിഞ്ഞു പാളീസായി, ജനങ്ങളും ഭക്തരും അതിനെ കൈയൊഴിഞ്ഞു. കോടതി പോലും ആ ഭക്തസംഗമത്തെ വളരെയധികം ജാഗ്രതയോട് കൂടിയിട്ടാണ് നിരീക്ഷിച്ചത്. അതുകൊണ്ട് ഈ സമ്മേളനമൊക്കെ കഴിഞ്ഞാലും പിണറായി വിജയനും സർക്കാരും ഇതിന് കൃത്യമായിട്ട് കോടതിയിൽ മറുപടി ബോധിപ്പിക്കണം. അപ്പോൾ അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അന്നദാന പ്രഭുവായിട്ടുള്ള അയ്യപ്പൻ്റെ മണ്ണിൽ വലിയൊരു അയ്യപ്പ ഭക്തി സംഗമം എന്ന പേരിൽ ഒരു കപട ഭക്ത സംഗമം നടത്തിയപ്പോൾ അയ്യപ്പൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അയ്യപ്പൻ്റെ പേരിൽ നടക്കുന്ന ഒരു സംഗമത്തിന് രജിസ്റ്റർ ചെയ്ത ആളുകളിൽ നിന്ന് 1/3 ആളുകൾ പോലും വരാതെ ആ സംഗമം പൊളിഞ്ഞ് പാളീസായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ നാണം കെട്ട് നിൽക്കുന്ന ഒരു പിണറായി വിജയനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം. ദൂർത്ത് നടക്കുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, BJP കൃത്യമായിട്ട് സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്, ഇത് വലിയൊരു സാമ്പത്തിക ക്രമക്കേടിനും അഴിമതിക്കും വേണ്ടിയിട്ട് ദേവസ്വം ബോർഡും സർക്കാരും നടത്തുന്ന ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. അവർക്കറിയാം ഏതൊക്കെ മേഖലയിലാണ് സാമ്പത്തികമായിട്ടുള്ള അഴിമതി നടത്തുക. അതും നമ്മൾ പറയും കൺസൾട്ടൻസി കോഴ. ഈ സർക്കാരിൻ്റെ നയം തന്നെ കൺസൾട്ടൻസി കോഴയാണ്. ബഡ്ജറ്റിനകത്ത് പോലും കൺസൾട്ടൻസി കോഴയാണ്. ഇപ്പോൾ അയ്യപ്പൻ്റെ പേരിൽ മറ്റൊരു കൺസൾട്ടൻസി കോഴ അവർ നയിക്കുന്നു. അവർക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വലിയ പ്രമാണിമാർ, വലിയ ജന്മിമാർ, ബൂർഷോകൾ, അവരെന്നൊക്കെ വലിയ രീതിയിലുള്ള പണം പിരിക്കുന്നു. ആ പണം പിരിവ് നടത്തിക്കൊണ്ട് ഇവിടെ സംഗമം നടത്തുന്നു. പക്ഷേ പണം കൊടുത്ത ആളുകൾ പോലും അവിടെ വന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും ഈ ഭക്തി സംഗമത്തിൽ വരുന്ന സമയത്ത് ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ടാകുമല്ലോ. അപ്പോൾ വീണ്ടും ഒരു അയ്യപ്പ കോപത്തിന് അവർക്കാർക്കും താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേ സമയത്ത് തന്നെ തൊട്ടടുത്ത ദിനം നടന്നിട്ടുള്ള സംഗമം നിങ്ങൾ നോക്കൂ. യഥാർത്ഥ അയ്യപ്പ ഭക്തർ, അത് ഒരു നമ്മൾ പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആൻറ്റി ഫോഴ്സിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടല്ല. യഥാർത്ഥ വിശ്വാസി സമൂഹം വീണ്ടും ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നുള്ള ഒരു പൊതു സന്ദേശമാണ് നൽകിയത്. കാരണം അദ്ദേഹം തന്നെ, പിണറായി വിജയൻ തന്നെ ആ
സമ്മേളനത്തിനകത്ത് എനിക്ക് രസകരമായി തോന്നിയത് ഭഗവത്ഗീത അദ്ദേഹം അവിടെ ശ്ലോകങ്ങൾ അവിടെ ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ കപടഭക്തിയെക്കുറിച്ച് പറയുന്നു. ആരാ പറയുന്നത്? പിണറായി വിജയൻ. അപ്പോൾ നമ്മൾ നോക്കണം, അദ്ദേഹം ഗീത പഠിക്കാൻ തുടങ്ങി, അദ്ദേഹം ശ്ലോകങ്ങളുടെ കൃത്യമായിട്ടുള്ള ചാപ്റ്റർ പേജ് എണ്ണം വരെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണോ എന്ന് വരെ നമുക്ക് സംശയത്തിന്റെ ഗതിയിലേക്കാണ്. ഇപ്പൊ നോക്കൂ, കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ എം പി ജയരാജൻ പറയുന്നത് ടീമിലുള്ള ആരോ എഴുതി കൊടുത്തതാണ്, അയാൾ അതിനൊന്നും പഠിക്കാനുള്ളത് അദ്ദേഹത്തിന് ഗീത പഠിക്കാൻ ആരോ എഴുതി കൊടുത്ത പുസ്തകം. അതെ അതെ അതെ, മുതിരില്ല. അല്ല, എങ്കിൽ പോലും ഗീതയിലെ ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നു, കപടഭക്തിയെക്കുറിച്ച് പറയുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എം വി ജയരാജൻ പറയുന്നത് ഭക്തിയിൽ ഡോക്ടറേറ്റ് ഉള്ളവരാണ് ഞങ്ങൾ CPM. അത് ഏത് ഭക്തിയിലാണെന്നുള്ള കൂടി അദ്ദേഹം വ്യക്തമാക്കിയില്ല. ഭക്തി എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള മാർഗങ്ങളുണ്ടല്ലോ ഭക്തിക്ക്. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഡോക്ടറേറ്റ് ഉള്ളവരാണ്, ഞങ്ങളുടെ 90% പ്രവർത്തകർ അയ്യപ്പ ഭക്തരാണെന്ന്. സത്യത്തിൽ പിണറായി വിജയൻ ഈ സംഗമം ഒന്നുമില്ല ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സമീപനമാണെങ്കിൽ ഞങ്ങളൊക്കെ പിന്തുണയ്ക്കും. അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം ഇരുമുടിക്കെട്ടും എടുത്ത് സമസ്ത അപരാധങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് ശബരിമലയിൽ കയറിയിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഒരു സംശയം വേണ്ട. അദ്ദേഹം ഇരുമുടി കെട്ടിക്കാൻ ഞങ്ങൾ ഉറപ്പ് പറയുന്നു. അദ്ദേഹം ഉദ്ദേശശുദ്ധി കൃത്യമാണ്, അദ്ദേഹം നല്ല കാര്യത്തോടു കൂടിയാണ് അദ്ദേഹം ചെയ്തത്. അതൊന്നുമല്ലല്ലോ ചെയ്തത്. അവിടെയും വന്നിട്ട് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു, ജനങ്ങൾക്കിടയിൽ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വിത്തുകൾ പാകുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ ശിങ്കിടികളായിട്ടുള്ള കുറച്ച് ആളുകളെ വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പിണറായി ഭക്തി സംഗമം തകർന്നു തരിപ്പണമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിന് കൃത്യമായൊരു നിശ്ചയമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അനിൽ സാർ, അങ്ങൊക്കെ SFIയിലൂടെ ഒരു പൊതുപ്രവർത്തനം ആരംഭിച്ച ഒരാളാണല്ലോ. അങ്ങൊക്കെ SFIയിൽ പ്രവർത്തിക്കുന്ന ഒരു സമയത്തൊക്കെ തന്നെ അതിൻ്റെ ഒരു ആദർശപരമായിട്ടുള്ള അസ്തിത്വപരമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ വിശ്വാസത്തിലായിക്കോട്ടെ, അവരുടെ ആചാരത്തിലായിക്കോട്ടെ, അവരുടെ വിശ്വാസ സംഹിതയിലായിട്ടൊക്കെ കാത്തു സൂക്ഷിക്കുമായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ സത്യത്തിൽ ഒരു ആത്മീയതയെ പോലും ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്കുള്ള 2 വോട്ടിനുള്ള മാർഗമാക്കി മാറ്റാൻ സാധിക്കുമോ? അതിനത് ന്യൂനപക്ഷമായിക്കോട്ടെ, അത് ഭൂരിപക്ഷമായിക്കോട്ടെ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇവര് ഈ ഭക്തിയുടെ ഡോക്ടറേറ്റ് വരുന്നുകൊണ്ട് ഇപ്പൊ ഹിന്ദു സഖാക്കളായിട്ടുള്ള ആൾക്കാർ ഇനി വല്ല മുസ്ലിം പള്ളിയിൽ കയറി പ്രാർത്ഥിക്കൂ എന്നാണ് എൻ്റെ പേടി. അങ്ങനെ പോലും എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ അത്രമാത്രം ഭക്തിയെ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കേരളത്തിന്റെ അറിയാം, നമ്മൾ അങ്ങനെ ഒരു അജണ്ട നടപ്പിലാക്കാൻ ഇറങ്ങി തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എല്ലാ വിശ്വാസികളുടെയും എല്ലാ മതങ്ങളിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങളിലും അത് പ്രയോഗിക്കണമല്ലോ. അത് ശബരിമലയെ മാത്രം എടുത്ത് ഉപയോഗിച്ചാൽ പോരല്ലോ. അപ്പോൾ സ്വാഭാവികമായി മതാതീത ആത്മീയത എന്നൊരു അജണ്ട മുൻനിർത്തിയാണ് ഇപ്പോൾ പിണറായി മുന്നോട്ട് പോകുന്നത്, CPM മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് ശബരിമലയെ മാത്രം ഒതുക്കും. മറ്റു ഒരാരാധനാലയത്തിലും ഈ ആയുധം എടുത്ത് പ്രയോഗിക്കാനുള്ള കെൽപ്പ് അല്ലെങ്കിൽ ആർജവം അത് പിണറായി സർക്കാരിനോ CPM-നോ ഇല്ല എന്ന് നമുക്കറിയാവുന്നതല്ലേ, അല്ലേ? തീർച്ചയായും മറ്റൊരു മതത്തിന്റെ ആചാരത്തിലോ വിശ്വാസത്തിലോ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ ഇടപെടാനുള്ള നട്ടല്ലോ ചങ്കറപ്പോ സർക്കാരിനുമില്ല, പിണറായി വിജയനുമില്ല. ഒരു പക്ഷേ നമ്മൾ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ആർജവത്തോടു കൂടി പറഞ്ഞത്, അന്ന് ഈ നമ്മുടെ തിരുകേശ വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു പള്ളിക്കകത്തൊരു തിരുകേശം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഒരു ആർജവത്തോടു കൂടി അന്ന് ഒരു പ്രസ്താവന നടത്തിയതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നീട് നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനെ നമ്മൾ കാണുന്നത് ഈ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് സംഘടിത ന്യൂനപക്ഷത്തിന്റെ ഇടയിലെ കളിപ്പാവയാണ്. അവരെ പ്രീണിപ്പിക്കാൻ പോലും അദ്ദേഹം പൊതുവേദിയിൽ എന്തിനാ നിങ്ങൾ നിലവിളക്ക് കൊളുത്തു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് ഗണപതി മിത്താണ് എന്ന് പറയുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ശബരിമലയിലെ അയ്യപ്പനും നിങ്ങളുടെ മാളികപ്പുറത്തിന്റെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനി അവിടെ നിങ്ങൾക്ക് ബ്രഹ്മചര്യത്തിന്റെ സ്ഥാനമുണ്ടെന്ന് ചോദിച്ച ആളുകൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൽ ഏറ്റവും വലിയൊരു വിരോധാഭാസം, കാലത്തിന്റെ ഒരു കാവ്യനീതി എന്ന് വേണമെങ്കിൽ പറയാം. ഈ സംഗമത്തിന് പിണറായി വിജയൻ കൈപിടിച്ച് കൊണ്ടുവന്ന വ്യക്തിയെക്കുറിച്ച് പോലും നമുക്കറിയാം, ശബരിമല തന്ത്രിയെക്കുറിച്ച് പോലും അദ്ദേഹം എത്ര മേച്ചമായ ഭാഷയിലാണ് ഈ പിണറായി വിജയൻ ഒരു കാലഘട്ടത്തിൽ സംസാരിച്ചിരുന്നത്. അദ്ദേഹം പറയാണ്, അങ്ങനെ പറഞ്ഞിരുന്ന ആളെ പോലും ആ വേദിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ ഒരു പ്രായശ്ചിത്തം എന്നുള്ളത് ഞാൻ പറയുന്ന ഒരു പ്രായശ്ചിത്ത പ്രക്രിയയുടെ ഭാഗമായിട്ടാണോ ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെന്ന് പോലും നമുക്ക് സംശയമുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് കൃത്യമായിട്ട് ബോധ്യമുണ്ട് പിണറായി വിജയൻ ശബരിമലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനം. നേരത്തെ ബാബു സാർ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞല്ലോ, ഈ ശബരിമല മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. മാസ്റ്റർ പ്ലാനിന് അപ്പുറത്തേക്ക് അവിടെ വരുന്ന അയ്യപ്പ ഭക്തമായി ഇപ്പോൾ ഇനി
മണ്ഡലകാല സീസൺ വരാൻ പോവുകയാണ്. ആ സമയത്ത് അവർ അടിസ്ഥാന വികസനത്തിനും സൗകര്യത്തിനും വേണ്ടി എന്താണ് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത്? നോക്കൂ, അവിടുത്തെ ടോയ്ലറ്റിലെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നുണ്ടോ? കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നുണ്ടോ? അവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ക്യൂ സംവിധാനങ്ങളെ പോലും ശാസ്ത്രീയമായിട്ട് നിലനിർത്താൻ സാധിക്കുന്നില്ല. നോക്കൂ, കഴിഞ്ഞ 2 വർഷങ്ങൾക്കപ്പുറത്ത് ക്യൂവിൽ നിന്നുകൊണ്ട് അയ്യപ്പ ഭക്തർ മരണമടയുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നുണ്ട്. അവിടെയാണ് ഇതിന്റെ ഒരു വികസനത്തിന് വേണ്ടി ഒരു കളക്ടറേറ്റിൽ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പൊ ഒരു മാസ്റ്റർ പ്ലാനോ വികസനമാണോ നടത്തേണ്ടത്, അതൊരു കളക്ടറേറ്റ് പരിപാടിയാണ്. അത് കളക്ടറേറ്റ്, ജില്ലാ കളക്ടറോ അവിടുത്തെ MLA MP-മാരും കളക്ടറേറ്റിൽ വെച്ച് നടത്തേണ്ട വികസന പരിപാടി ഈ കേരളത്തിലെ പൊതുസമൂഹത്തെ മുഴുവൻ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പന്തൽ കെട്ടിക്കൊണ്ടല്ലോ നടത്തേണ്ടത്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഒരേ സമയത്ത് ഇപ്പോൾ 2 തോണിയിലാണ് പിണറായി വിജയന്റെ യാത്ര. അതുകൊണ്ട് ഇതൊക്കെ കേരളത്തിലെ ഹൈന്ദവ സമൂഹം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. CPM-ന്റെ നേതാക്കൾക്കും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾക്കും പിണറായി വിജയനും ഹിന്ദു സമൂഹത്തിനോടും ഹിന്ദു സംസ്കാരത്തിനോടും സനാതന ധർമ്മത്തിനോടും ഒക്കെയുള്ള താല്പര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ നോക്ക്, ഇതിന്റെ സംഗമത്തിന് തന്നെ ഇവർ ആദ്യം നിശ്ചയിച്ച് സ്റ്റാലിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിക്കാനാ. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സ്റ്റാലിൻ ആരാ? സനാതന ധർമ്മത്തെ എതിർക്കുന്ന സ്റ്റാലിനെ കൊണ്ടുവന്നുകൊണ്ട് ഇവർ സന്ദേശമാണ്. അപ്പൊ അതുകൊണ്ട് ശബരിമല അയ്യപ്പനെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ഇംഗിതമൊന്നും നടപ്പിലാക്കാൻ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനത അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ സംഗമത്തോടു കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കിയത്. നമ്മൾ ഇവരെപ്പോഴും പറയാനുള്ള BJP ഒരു രാഷ്ട്രീയ തട്ടിപ്പാണോ അല്ലെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടോ ഒക്കെ ഇതൊക്കെ പറയുന്നത്. ഞങ്ങളൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഒരു കപട ഈ വ്യക്തിയും ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വിശ്വാസി സമൂഹത്തിന്റെ കൂടെ നിൽക്കുന്നു. അന്നും നിന്നിട്ടുണ്ട്, ഇന്നും നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്നത് കപട വിശ്വാസികൾ ആരാണെന്നും യഥാർത്ഥ വിശ്വാസികൾ ആരാണെന്നും കൃത്യമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ കൂടി ഈ സംഗമത്തിലൂടെ സാധിച്ചു എന്നാണ് പറയാനുള്ളത്. യെസ് 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 പ്രിന്റു.